തൃശൂർ കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കണ്ടെത്തിയ കേസിൽ കാർ ഉടമയായ ജ്വല്ലറി വ്യാപാരി അറസ്റ്റിൽ. തൃശൂരിലെ ജ്വല്ലറി വ്യാപാരി വിശാൽ, ഭാര്യ ചിത്ര, പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് മണ്ടുത്തി പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ച രാവിലെയാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി രവിയെ കുറ്റുംപാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ ഇക്കണ്ടവാര്യ റോഡിന് സമീപം പൂനം നിവാസിൽ വിശാൽ, ഭാര്യ ചിത്ര, പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് പിടിയിലായത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി 66 വയസ്സുള്ള രവി കാറിടിച്ച് കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ഞായറാഴ്ച രാവിലെയാണ് രവിയെ കുറ്റുമുക്ക് പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രഭാത നടത്തത്തിന് പോയിരുന്ന ആളുകൾ മൃതദേഹം കണ്ട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കുത്തേറ്റ് മരിച്ചതാണെന്നായിരുന്നു നിഗമനം. പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം വാഹനമിടിച്ചാണെന്ന് വ്യക്തമായത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറിന്റെ ഉടമകളെ മണ്ണുത്തി പോലീസ് കണ്ടെത്തി. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. 23-ാം തീയതി രാത്രി 9 മണിയോടെ വിശാലും കുടുംബവും പുറത്തുപോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നതിനിടെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. ഇരുട്ടിൽ ഗേറ്റിന് സമീപത്ത് ഉറങ്ങിക്കിടന്നിരുന്ന രവിയുടെ ശരീരത്തിലൂടെ അബദ്ധത്തിൽ കാർ കയറി ഇറങ്ങി. സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം കാറിന്റെ ഡിക്കിയിലിട്ട് കുറ്റുമുക്ക് പാടത്ത് കൊണ്ടിടുകയായിരുന്നു എന്ന ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ വിശാലിനെ പിന്നീട് റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, തൃശൂർ.